പ്രാർത്ഥിക്കാം. കർത്താവെ, താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ തന്ന അവസരത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പഠിക്കുന്ന ഭാഗം കർത്താവെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വിളമ്പിത്തരുന്ന ഒരു മീലായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, അത് ഭക്ഷിച്ച് അങ്ങയുടെ വചനം ഭക്ഷിച്ച് കർത്താവ് ഞങ്ങൾ ധൈര്യപ്പെടുവാൻ കർത്താവ് ഇടയാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് രണ്ട് വാക്യങ്ങള് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 8ഉം 14ഉം വായിക്കാം. ഇവിടെ അബ്രഹാം ഇസാഖിനെ യാഗം കഴിക്കാനായിട്ട് പോവാം. അപ്പൊ അതിനകത്ത് ഇസാഖ് ഒരു ചോദ്യം ചോദിക്കും. 22-ന്റെ 8 അവൻ ചോദിച്ചു, 7 തൊട്ട് വായിക്കാം. അപ്പോൾ ഇസാഖ് തന്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഞാൻ ഇത് വായിച്ചപ്പോൾ വളരെ ധൈര്യപ്പെടുമായിരുന്നു. അതായത് ഒരു പാനിക്കില്ല. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോവാ. അബ്രഹാമിന് ഒന്നും അറിയത്തില്ല, ഒരു കാര്യം അറിയത്തില്ല. എങ്ങനെ നടക്കും ഇത്, എങ്ങനെ നടക്കും, ഒരു കാര്യം അബ്രഹാമിന് അറിയത്തില്ല. പക്ഷെ അബ്രഹാമിന് ഇസാക്കിനോട് എത്ര സാവധാനമായിട്ട് ഞാൻ ഓർക്കുമായിരുന്നു. നമ്മളാണെങ്കിൽ ഒരു പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷ എഴുതുവോ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ 10 പ്രാവശ്യം പറയും. ഞാൻ പറയും, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഞാൻ പറയും, എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അബ്രഹാമിന്റെ ആ ക്വയറ്റ്നസ്, അബ്രഹാം പറയുക, ദൈവം തനിക്ക് ഹോമയാഗത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. എത്ര ഒരു സാവധാനതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ ചിന്തിച്ചു. വാട്ട് എ പീസ്ഫുൾ തിങ്. ഈസ് ഗോയിങ് ടു സാക്രിഫൈസ് ഹിസ് ഓൺ സൺ. പക്ഷെ ദൈവം നോക്കിക്കൊള്ളും. ഞാൻ ഓർക്കുമായിരുന്നു, അതേ കാര്യം തന്നെയാ 14-ാം വാക്യത്തില്. അപ്പൊ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അതിന്റെ ഇംഗ്ലീഷ് റെഫറൻസും കൂടെ വായിക്കും, ഇംഗ്ലീഷ് വാക്യം കൂടെ വായിക്കാം. 22-ന്റെ 14, 22:14. Abraham called the name of the place, the Lord will provide, as it is said to this day, in the mount of the Lord it will be provided. ഇത് നമുക്കറിയാം, വലിയൊരു പ്രവചനം കൂടിയാ. ഇതേ മൗണ്ടനിലാണ് ഈശ്വർത്താവിനെ പിന്നെ ക്രൂശിച്ചത്. അത് മനുഷ്യരാശിയുടെ സാൽവേഷന് വേണ്ടിയുള്ള യാഗവും അവിടെ തന്നെയാണ് വന്നത്. എന്നാൽ ഈ സമയത്ത്, അബ്രഹാമിന്റെ സമയത്ത്, ഇൻ ദ മൗണ്ട് ഓഫ് ദ ലോർഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ്. ദൈവം അവിടെ, ഇന്ന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് പ്രത്യക്ഷനാകുന്ന. രണ്ടായാലും നമുക്ക് പ്രശ്നമില്ല, രണ്ട് രീതിയും രണ്ടർത്ഥവും നമുക്ക് വളരെ ഉപകാരം. അതായത് ദൈവത്തിന്റെ പ്ലാനിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം അതിന്റെ ആ സമയത്ത് ദൈവം പ്രൊവൈഡ് ചെയ്യും. ഞങ്ങളുടെ ചേർച്ചിലെ ഡോക്ടർ മഞ്ജുവിന്റെ ട്രാൻസ്ഫറിനെ പറ്റി ചിന്തിക്കുമായിരുന്നു. കുറച്ച് നാള് കഷ്ടപ്പെടേണ്ടി വന്നു. കുറച്ച് നാള് ദൂരെ ഇവിടുന്ന് തിരുവല്ല ട്രാൻസ്ഫർ ആയി കായംകുളം വരെ എല്ലാ ദിവസവും ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കഷ്ടപ്പെട്ട പ്രിയ സൗദി അത് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്കും അത് പ്രയാസമായിരുന്നു. എല്ലാ ദിവസവും വെളുപ്പിനെ കാലത്ത് എഴുന്നേറ്റ് പക്ഷെ അതിൽ കൂടി പോകാനുള്ള ഒരു വലിയ ദൈവകൃപ ദൈവം കൊടുത്തു. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ സമയത്ത് ദൈവം ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു. ചില കുറച്ച് നാൾ ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്തായിരിക്കും, എന്നായതിന് ഉത്തരവും നമുക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് അറിയാം നമുക്ക് എത്ര നാള് നമുക്ക് സഹിക്കാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റും ദൈവത്തിന് അറിയാം. ഈ കോണ്ടെക്സ്റ്റിൽ ഒരു വാക്യം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എബ്രായർ 10:38. അതിനകത്തൊരു വാർണിംഗ് ഉണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്. അതും അതിനകത്ത് ഇമ്പോർട്ടൻ്റാ. എബ്രായർ 10:38. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ ഭാഗം നമ്മൾ എപ്പോഴും കേൾക്കുകയും ഓർക്കുകയും പറയാറുമുള്ള കാര്യമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. രണ്ടാമത്തെ ലൈന ഇന്ന് എന്നെ ചിന്തിപ്പിച്ചത്, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളതിന് അവനിൽ പ്രസാദമില്ല. പിന്മാറുന്നുവെങ്കിൽ, if he shrinks back, I have no pleasure in him എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ രണ്ട് വാക്യം എന്താ നമ്മളുള്ളത് ചിന്തിക്കാൻ നേരത്തെ ഇന്നത്തെ മീറ്റിങ്ങിന് എൻ്റെ തന്നെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ള ഈ രണ്ട് വേഴ്സസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഫിസിക്കൽ ഹെൽത്ത് വെച്ച് എനിക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. ഒത്തിരി എനിക്കത്
നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാ വന്നത്. ഒരു പനി വന്നു. ആ പനി വെച്ച് എ എ എഴുന്നേറ്റിരിക്കാനോ, കിടക്കാനോ പോലും വയ്യാത്ത സമയത്ത് ഫുൾ വീക്കില് മുഴുവൻ ചെയ്യേണ്ടിയ കാര്യങ്ങളുണ്ട്. ഞാൻ എന്നാലും അബ്രാഹാമിനെ പോലെ അല്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ച് കർത്താവേ എങ്ങനെ ഞാൻ ചെയ്യും? എന്നാലും ഞാൻ പിന്മാറിയില്ല വിശ്വാസത്തില്. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ധൈര്യത്തോടെ പറയട്ടെ. ഓരോ നീഡും ദൈവം ചെയ്തു തരും എന്നുള്ള ഒരു കാര്യം. കഴിഞ്ഞ ശനിയാഴ്ച ഈ സിസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കേണ്ട സമയത്ത് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി തിരുനെൽവേലി വരെ പോണം എന്നുള്ളൊരു ചിന്ത വന്നത്. പലപ്പോഴും ഞാൻ ചിന്തിക്കും, എങ്ങനെയാ തീരുമാനങ്ങൾ എടുക്കുന്നത്? പോകണോ വേണ്ടയോ? ചെയ്യണോ വേണ്ടയോ? ലോജിക്കലായിട്ട് ചെയ്യാനായിട്ട് ഇതാണ് ഗുഡ് എന്ന് ചിന്തിക്കുന്ന കാര്യം നമ്മൾ മുമ്പോട്ട് പോവുക. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും തീരുമാനിക്കുന്നത്. അത് അത് ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ ചെയ്യണ്ട. ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ അതിനൊരു സ്റ്റോപ്പ് ദൈവം കൊണ്ടുവരും. ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു കഴിഞ്ഞ സാറ്റർഡേ ഈ സമയത്ത് തിരുനെൽവേലി വരെ പോണം. ഒരു റിസർവേഷൻ ഇല്ല, ഒന്നുമില്ല. അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ഞാനും എന്റെ സിസ്റ്റർ ഗ്രേസും കൂടെ ബസ് സ്റ്റാൻഡിൽ പോയി. ബസ് സ്റ്റാൻഡിൽ പോയപ്പം അവിടെ നിന്നിട്ട് ബസ്സുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അന്ന് ആ ബസ് വന്നേയില്ല. തിരുനെൽവേലി വരെയുള്ള ബസ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടിയെ? അതും സാധാരണ കെഎസ്ആർടിസി ബസ്സാണ്. ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കുംന്ന് എനിക്കറിയാം. കാരണം അവിടെ ഭയങ്കര ചൂടും ഒക്കെയാ. ബസ് വന്നപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എനിക്ക് ആ കർത്താവിന്റെ അബ്രഹാമിന്റെ ഒരു സാവധാനത ദൈവം എനിക്ക് തന്നു. ഞാനും ഗ്രേസും കൂടി ഇങ്ങനെ ചിന്തിച്ചു, ശരി ബസ്സിനകത്ത് ക്രൗഡ് ആണെങ്കിൽ കേറണ്ട. കാരണം നിന്നോണ്ടൊക്കെ പോകാൻ പ്രയാസായിരിക്കുമല്ലോ. അവസാനം തിരുനെൽവേലി ബസ്സേ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഒരു 3/4 വഴി ദൂരമുള്ള ഒരു തെങ്കാശി ബസ് വന്നു. ആ ബസ് വന്നു. അത് നോക്കിയപ്പോഴ് അതിനകത്ത് കുറച്ച് സീറ്റ്സ് ഉണ്ട് ഇരിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ കേറിയപ്പോ ഏറ്റവും മുമ്പിൽ തന്നെ നടുക്കൊരു സീറ്റ്. ഞാൻ ആ സീറ്റില് അവിടെ വേറെ സീറ്റ്സ് ഉണ്ട് പുറകില്. പക്ഷെ ഞാൻ ഓർത്തു കുലുക്കമില്ലാത്ത സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ കേറി സമാധാനമായിട്ടിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാ വിചാരിച്ചത് എന്ത് കറക്റ്റായിട്ടാ എനിക്ക് ആ നടുക്കത്തെ സീറ്റ് കിട്ടിയതെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഒത്തിരി ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം നടുക്കായോണ്ട് ഇച്ചിരി കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടി വന്നു. എന്റെ ഒരു പില്ലോ പോലെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന ആൾക്കാര് ബിഹേവ് ചെയ്തു. അപ്പൊ എനിക്ക് എന്റെ നടുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റി. മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര വെയില് സൈഡിൽ കൂടെ വന്നു. ഞാൻ ആ വിൻഡോ സീറ്റിലായിരുന്നെങ്കിൽ ഞാൻ ഫുൾ ടൈം ആ വെയിൽ കൊണ്ട് ഇരിക്കേണ്ടി വന്നേനെ. അപ്പൊ ഞാൻ ഓർത്തു സാധാരണ നമുക്ക് വിൻഡോ സീറ്റാ ഇഷ്ടം. പക്ഷെ കർത്താവ് എനിക്ക് ഇഷ്ടം പോലെ എയർ കിട്ടുന്ന ഒരു ഏരിയയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയും അതുപോലെ ഫ്രണ്ട് സീറ്റ് ആയതുകൊണ്ട് ഒരു പടിയുണ്ട് മുൻവശത്ത്. കാല് വേണേ പൊക്കി അങ്ങോട്ട് വെക്കാം. ഞാൻ ഓർക്കും ചെറിയ കാര്യങ്ങൾ എങ്ങനെയാ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 3/4 ദൂരം ആയപ്പോഴത്തേക്ക് എന്റെ അടുത്തിരുന്ന ആളെ എഴുന്നേറ്റ് വേറൊരാൾ ഇവിടെ വന്നിരുന്നു. അപ്പുറത്തിരുന്ന ആള്. അപ്പൊ ഞാൻ ചോദിച്ചു, "എന്താ ഇവിടെ?" ഞാൻ അവരോട് ചോദിച്ചു, "എന്താ ഇവിടെ ഇരിക്കാൻ കാര്യം?" ഞാൻ ഓർത്തു എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ കർത്താവിനെ പറ്റി പറയാമല്ലോ എന്ന്. അപ്പൊ അവര് അധികം സംസാരിച്ചില്ല. പക്ഷെ അവര് പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നേന്ന്. അവര് പറഞ്ഞു തിരുനെൽവേലിക്കാ പോകുന്നേന്ന്. അപ്പം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ലേഡിയെ ദൈവം അപ്പുറത്ത് കണ്ടക്ടറിന്റെ സീറ്റിൽ ഇരുന്നത് കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് എന്റെ അടുത്ത് വന്ന് ഇരുത്തി. എന്തിനാ? എനിക്ക് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാനായിട്ട്. ഞങ്ങൾ തിരുനെൽവേലി ഇറങ്ങിയ ഉടനെ പുള്ളിക്കാരി എനിക്ക് അടുത്ത ബസ് കാണിച്ചു തന്നു. നോൺ സ്റ്റോപ്പ് ബസ്. ഞാൻ ഓർക്കുവായിരുന്നു വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എനിക്ക് അവിടെ എത്താൻ പറ്റി. അപ്പൊ ഞാൻ പറയാൻ വന്നത് നമുക്ക് ചിലപ്പം ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. പക്ഷെ അവിടെ കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് നോക്കിക്കൊള്ളും എന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടെങ്കില് ഇന്നലെയും കൂടെ കഴിഞ്ഞ ദിവസവും സിസ്റ്റേഴ്സ് മീറ്റിംഗ് എടുത്തായിരുന്നു. ഇന്നലെയും സൺഡേ സ്കൂളിലും ഡെബോറയുടെ കഥയാ. ഡെബോറയുടെ സ്റ്റോറിക്കകത്ത് ഡെബോറ എങ്ങനെയാണ് ഒരു സ്ത്രീയായിട്ട് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പുള്ളിക്കാരി ന്യായാധിപതിയാ. ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ദെബോറയ്ക്ക് ആ യുദ്ധക്കളത്തിലോട്ട് പോണ്ടി വന്നു. അപ്പൊ ദെബോറ എങ്ങനെയാ തന്നെത്താനെ ചെയ്തേ? ദെബോറ സ്വന്തമായിട്ട് പറയുവാ, "ദെബോറയെ ഉണരുക. എവേക്ക് ദെബോറ. സിംഗ് എ സോങ്." ഒരു ഒരു പാട്ട് പാടുക. ഉം, എന്നിട്ട് ഇംഗ്ലീഷില് പിന്നെ എഴുതിയിരിക്കുന്നത് ബി സ്ട്രോങ് ആൻഡ് മാർച്ച് ഓൺ. അപ്പം പല സമയത്തും നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ പോകുമ്പം നമ്മൾ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പം കർത്താവ് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരും. ഇത് ചിന്തിച്ചാ മതി. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച വളരെ ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്. ഞാൻ ഒരു വിധത്തിലും എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഉം, ഹെക്ടിക് വർക്ക് ഷെഡ്യൂൾ. അപ്പൊ ഓരോ സമയത്തും ഇങ്ങനെ തന്നെ ചിന്തിച്ചു. കർത്താവ് ലോജിക്കലായിട്ട് ഞാൻ പോയേ പറ്റൂ. അപ്പൊ ലോജിക്കലായിട്ട് പോയേ പറ്റുമെങ്കിൽ ദൈവം കൃപ തരും. ഞാൻ ഓർക്കുവായിരുന്നു പലപ്പോഴും എന്റെ ഫർഗെറ്റ്ഫുൾനെസ് ഉണ്ട്. ഞാൻ പലപ്പോഴും മറന്നുപോകും. ആക്ച്വലി രാവിലെ ആന്റിബയോട്ടിക് എടുക്കും, പാരസെറ്റമോൾ എടുക്കാൻ മറന്നുപോകും. ഇങ്ങനെയൊക്കെയാ ഞാൻ വളരെ ഇച്ചിരി കെയർലെസ് ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റിയില്ല എന്റെ സ്വന്തം ഹെൽത്ത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു
കേസിന് കേറാൻ തുടങ്ങുവാ. എനിക്കറിയാം എനിക്ക് തീരെ വയ്യ. അപ്പൊ പെട്ടെന്ന് ദൈവം എന്റെ മനസ്സിൽ തന്നു ഒരു പാരസെറ്റമോൾ കഴിയും. പക്ഷെ എന്റെ ബാഗിനകത്ത് പാരസെറ്റമോൾ ഇല്ല. ഒട്ടും സമയമില്ല ഫാർമസിയിൽ പോയി മേടിക്കാൻ. ജസ്റ്റ് ഞാൻ ലേബർ റൂമിൽ പോയി അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് ചോദിച്ചു. ഒരാളുടെ കയ്യില് പാരസെറ്റമോൾ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് കേറി. അതുകൊണ്ട് എനിക്ക് അതിന്റെ അതിന്റെ ഒരു സ്ട്രെങ്ത്തിൽ അന്നത്തെ ദിവസം അന്നത്തെ ജോലി ചെയ്യാൻ പറ്റി. അടുത്ത ദിവസം ഇതുപോലെ തന്നെ അന്നും ഞാൻ ഇതുപോലെ കേസിന് കേറാൻ നേരത്ത് എനിക്ക് വല്ലാതെ വരാൻ തുടങ്ങി. ഞാൻ ഓർത്തു ചിലപ്പോ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമെന്ന്. അന്നും ഇതുപോലെ പാരസെറ്റമോൾ ഇല്ല. ഞാൻ ഓർത്തു എങ്ങനെ ആ സിസ്റ്ററിനോട് പിന്നെയും ചോദിക്കും. അവരുടെ കയ്യിലുള്ള പാരസെറ്റമോൾ സ്റ്റോക്ക് ഞാൻ എക്സോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ചിലപ്പോൾ വേറൊരു സിസ്റ്റർ അതുവഴി പോയി പേഷ്യന്റിനെ വിളി ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചു, "മോളെ പാരസെറ്റമോൾ കയ്യിലുണ്ടോ?" പുള്ളിക്കാരി "മാഡം ഞാൻ തരാമെന്ന്" പറഞ്ഞ് ഓടിപ്പോയി എടുത്തോണ്ട് വന്നു. ഞാൻ ഓർക്കുവായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ അത് കഴിച്ചുകൊണ്ട് അതിന്റെ ഇഫക്റ്റിലാ എനിക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റി. ഇന്നലെ ഞാൻ സൺഡേ സ്കൂളിൽ പോകാൻ ഇരിക്കാൻ നേരത്ത് കണ്ടിന്യൂസ് ചുമയ്ക്കാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് എങ്ങനെ ക്ലാസ് എടുക്കും? പക്ഷെ എനിക്കറിയാം കർത്താവ് എന്നെക്കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. അപ്പം മകൾ എൻ്റെ അടുത്ത് ചോദിച്ചു കോഫ് സിറപ്പ് തരട്ടെന്ന്. ഒരു ആക്ച്വലി സെഡേഷനുള്ള കോഫ് സിറപ്പാ. ഇന്നലെ ഞാൻ ഓർത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി അത് കുടിക്കാമെന്ന്. അത് കുടിച്ചതുകൊണ്ട് ഞാൻ ചുമച്ചില്ല. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കാണുമായിരിക്കും. അതിനുള്ള യാതൊരു ശക്തിയും നമുക്ക് കാണത്തില്ല. പക്ഷെ ഗോഡ് വിൽ പ്രൊവൈഡ്. ഇൻ ദ മൗണ്ടൻ ഓഫ് ദ ലോർഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ്. ഇൻ ദ മൗണ്ടൻ ഓഫ് ദ ലോർഡ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ കൂടെയുള്ള ഉയർന്ന സ്ഥലം. എന്ന് വെച്ചാൽ നമ്മൾ വിഷമിച്ചോണ്ട് സ്വന്തമായിട്ട് നമ്മളെ തന്നെ സഹതപിച്ചുകൊണ്ടിരിക്കാനല്ല. നോട്ട് സെൽഫ് പിറ്റി. പക്ഷെ ഇൻ ദ മൗണ്ടൻ ദൈവത്തിന്റെ ഉയർന്ന സ്ഥലത്തില് ദൈവം ഗോഡ് വിൽ പ്രൊവൈഡ്. അബ്രഹാമിന് റാമിനെ അവിടെ പ്രൊവൈഡ് ചെയ്തെങ്കില്, യാഗത്തിനായിട്ട് ഹോമയാഗത്തിന് മൃഗത്തിനെ ദൈവം പ്രൊവൈഡ് ചെയ്തെങ്കില്, നമ്മുടെ ചെറിയ നീഡ് ദൈവം പ്രൊവൈഡ് ചെയ്യാതിരിക്കുമോ? ഞാൻ ഓർക്കുവായിരുന്നു ഈ ഈ ഈ ആഴ്ച മുഴുവൻ പല മിനിസ്ട്രീസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം സൺഡേ സ്കൂളില്, 2 ദിവസം സെൽ മീറ്റിംഗ്സ്, ഒരു ദിവസം വേറൊരു ദിവസം ബുധനാഴ്ച 2 മീറ്റിംഗിന് മെസ്സേജ് കൊടുക്കും. ഞാൻ ഓർത്തു ഈ ആരോഗ്യം വെച്ച് ഞാൻ എങ്ങനെ ചെയ്യുന്ന്? ഞാൻ ഇപ്പഴും ഓർക്കുന്നു ബുധനാഴ്ച രാവിലെ എനിക്ക് ഹോൾ നൈറ്റ് ഉറങ്ങിയില്ല. ചുമച്ചിട്ട് ചൊവ്വാഴ്ച നൈറ്റ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നൈറ്റായിരുന്നു. 2 മണി തൊട്ട് ഞാൻ ഉണർന്നിരിക്കുവാ. സ വയ്യാഞ്ഞിട്ട്. ഞാന് പക്ഷെ എന്റെ എപ്പഴും എന്റെ മനസ്സിലുള്ളൊരു കാര്യം, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ 2 മണിക്ക് ഉണർന്നിരുന്നത് കൊണ്ട് എനിക്കറിയുന്ന ഒരാള് വളരെ ബുദ്ധിമുട്ടിക്കൂടെ ആ സമയത്ത് പോവായിരുന്നു. അവരൊരു മെസ്സേജ് അയച്ചു. ഒരിക്കലും അവര് ചിന്തിക്കത്തില്ല ഞാൻ ആ സമയത്ത് കാണുന്ന്. അവര് ചിന്തിച്ചു ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. ആ സമയത്ത് തന്നെ കുറേ നേരം പ്രാർത്ഥിക്കാൻ ഞാൻ ഇപ്പഴും ഓർക്കുവാ. അന്നേരം ഞാൻ ഉണർന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ആ നീഡിന്റെ സമയത്ത് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു ചെറിയ കാര്യം ചെയ്യാനല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി. അതിന്റെ നീഡ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാന് ഞാൻ പല കാര്യങ്ങളും നമ്മള് മറന്നുപോകും. ഞാൻ വെഡ്നെസ്ഡേ ഈവനിങ് ഒരു മീറ്റിങ്ങിന് വേറൊരാളായിരുന്നു മെസ്സേജ് കൊടുക്കണ്ടേ. അവർക്ക് അത്യാവശ്യമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ എന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കാമെന്ന് ഏറ്റു. പക്ഷെ സ് എനിക്ക് സിക്നസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ. ഇറങ്ങാൻ നേരത്ത് ഞാൻ ഓർക്കുന്നത് എനിക്ക് ഞാനായിരുന്നു ആ മീറ്റിങ്ങിന് സ്റ്റുഡന്റ്സിന് വേണ്ടി സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ഏറ്റത്. ഞാൻ കംപ്ലീറ്റ്ലി മറന്നേ പോയി. ഒന്നാമത് ഞാൻ സിക്കാ. മറന്നേ പോയി. ഞാൻ ഓർത്തു എന്ത് ചെയ്യും? ഇനിയും പോയി വാങ്ങിക്കാൻ സമയമില്ല. പക്ഷെ അപ്പഴും ഞാൻ ഓർത്തു, ദൈവം അറിയാതെ വരത്തില്ലല്ലോ. ഗോഡ് ഹാസ് എ പ്ലാൻ. സോ എല്ലാ സമയത്തും എങ്ങനെ അബ്രഹാമിന് യഹോവ ഈരെ ദൈവം പ്രൊവൈഡ് ചെയ്തു. ചെറിയ നീഡ്സ് ഒരു ട്രാൻസ്ഫറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു ചെറിയ നീഡാ ഞാൻ പറഞ്ഞത് സ്നാക്സ് വാങ്ങിക്കുന്ന കാര്യം. ഗോഡ് വിൽ പ്രൊവൈഡ്. ആ ധൈര്യത്തോടെ ഞാൻ വീട്ടീന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങടെ ജംഗ്ഷനിൽ ഒരു ജോസീസ് കടയുണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ കേറി നോക്കാം. ഇത്രയും ഒരു 10 ഞാൻ റഫായിട്ട് നോക്കുമ്പോ ഒരു 35 എണ്ണമെങ്കിലും വേണം. ഞങ്ങക്ക് അറിയത്തുമില്ല നമ്പറ്. 35 എണ്ണമെങ്കിലും വേണം. ഞാൻ അവിടെ കേറിയപ്പോ കൃത്യം 35 ഡിഫറന്റ് കാര്യങ്ങളാണെങ്കിലും ഒരു 35 സാധനം ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ എനിക്ക് പറ്റി. കറക്റ്റ് അത്രയും എണ്ണം അവിടെ ആവശ്യമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു നമ്മള് ഒരു നീഡ് വരുന്നുണ്ട്. നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അതാണ് എബ്രായർ 10:38 നമ്മൾ വായിച്ചത്. പിന്മാറുന്നു. വിശ്വാസത്തിൽ പിന്മാറുന്നു എങ്കിൽ ദൈവത്തിന് പ്രസാദം വരത്തില്ല. കർത്താവ് ചെയ്യും. എന്റെ മറവിയായിരിക്കും. ചിലപ്പോ എന്റെ കുറവുകളായിരിക്കും. പക്ഷെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ദൈവ ആ അതിനകത്തും ദൈവം മഹത്വം എടുക്കും. ദൈവം നോക്കിക്കൊള്ളും. ഞാൻ ഇന്നലെ ഇന്നലെ ഈ ദെബോറയുടെ സ്റ്റോറി സൺഡേ സ്കൂളിലെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരു മകൻ ഒരു കാര്യം പറഞ്ഞു. ആന്റി എനിക്കൊരു ചിന്ത വന്നു. ഈ ഇസ്രായേൽ മക്കളുടെ കാര്യമാണല്ലോ ഡെബോറയുടെ സ്റ്റോറിയില്. അപ്പൊ ഞാൻ ആ കുഞ്ഞുങ്ങളെ അത് പിന്നെയും പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അതായത് ഇസ്രായേൽ മക്കള് പാപം ചെയ്തു. പാപം ചെയ്ത ഇസ്രായേൽ മക്കളെ ദൈവം വിക്കേണ്ടി വന്നു.
ദെബോറയുടെ സ്റ്റോറിയില് ലാസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് വളരെ അതിശയം തോന്നി. ആ പയ്യൻ ചോദിച്ചു, അവൻ ചോദിച്ചു, ആന്റി 40 വർഷമേ അവർ സ്വസ്ഥത ഉണ്ടായുള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ ആയപ്പോഴത്തേക്ക് ഇവര് പിന്നെയും മറന്നു. അവരും അവരും പാപം ചെയ്യാൻ തുടങ്ങി. അവർ അവിശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ അവരെന്നോട് ഒരു സെന്റൻസ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും 2 കാര്യം ഇവർക്കുണ്ടായിരിക്കും, ഈ ഇസ്രായേൽ മക്കൾക്ക്. ഒന്ന്, അവർക്ക് ദൈവം ആരാന്ന് മനസ്സിലേ ആയി കാണത്തില്ല. അല്ലെങ്കിൽ അവർക്ക് ഡിമെൻഷ്യ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായി കാണും. ഞാൻ ചിന്തിച്ച, ചെറിയ കുഞ്ഞിന് 14, 13 വയസ്സുള്ള കുഞ്ഞിന് ഇത് മനസ്സിലായല്ലോ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഇത് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ വചനം ഒന്ന് ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ ഈ വചനം കൊണ്ട് മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ അസുഖം, ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവിയുടെ അസുഖം. പ്രായമുള്ളവർക്ക് മറവി വരുമല്ലോ, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ ചോദിച്ച, ചെറിയ കുഞ്ഞിന് ദൈവം ഇത്രയും വലിയൊരു വെളിപ്പാട് കർത്താവ് കൊടുത്തല്ലോ എന്ന്. നമുക്ക് എല്ലാവർക്കും ദൈവം ഈ 2 കാര്യങ്ങളും നമുക്ക് ഭവിക്കാതെ ഇരിക്കട്ടെ. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഞാൻ ഓർക്കുവായിരുന്നു, ആഹാ, ഞാൻ എന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ചെറിയ ഒരു ആളിനെ കൂടെ എനിക്ക്, ആഹാ, നമ്മുടെ നമ്മുടെ ഞാനിപ്പോ പറയുന്നത് ആക്ച്വലി ഇന്നത്തെ ലെസൺ മുഴുവനും ശാരീരികമായിട്ട് നമുക്ക് വയ്യാതെ ഇരിക്കുമ്പോഴും ദൈവം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടത്. ജീവിതം വെച്ചിട്ട് എനിക്കൊരു പ്രിയ മകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവര് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എന്റെ ശാരീരിക അസ്വസ്ഥത കൊണ്ട് പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ദൈവം ചെയ്യിപ്പിക്കും എന്ന് വിചാരിച്ച്, അന്ന് എനിക്ക് ഒരു നിവൃത്തിയില്ല സംസാരിക്കാനായിട്ട്. കറക്റ്റ് ആ ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് പ്രിയ മകൾക്ക് വരാനിടയായി. അതുകൊണ്ട് ആ മകൾക്ക് എനിക്ക് പറയാൻ പറ്റാത്തത് വചനം അവൾക്ക് കേൾക്കാൻ പറ്റി. അതിന്റെ ബാക്കിയായിട്ട് ഇന്നലെ കുറേ സമയം ദൈവം തന്നു. അപ്പം ദൈവം തന്നു അത് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് തീരെ വയ്യാതിരിക്കുമ്പം ചിലപ്പോൾ വിസിറ്റേഴ്സ് വന്നിരിക്കും. ഇന്നലെ വളരെ ലേറ്റ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു 2 വിസിറ്റേഴ്സ് വന്നു. ഞാൻ ഓർത്തു, എങ്ങനെ അവരുടെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് ശക്തിയില്ല ശാരീരികമായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 1 1/2 മണിക്കൂർ അവരുടെ കൂടെ ആത്മീയ കാര്യങ്ങൾ പറയാനും ദൈവം ആ ഉത്തേജകം തന്നു. നമ്മള് കർത്താവ് നമ്മുടെ അടുത്ത ആൾക്കാരെ വിടുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി അവരോട് സംസാരിക്കാനും ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി പറയാനുമാ. അത് നമുക്ക് വയ്യാതാവുന്നത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ ശാരീരിക ഭൗമിക കാര്യങ്ങൾ പറയുമ്പോഴാണ്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ദൈവമാ സംസാരിക്കുന്നത്. ദൈവം അതിനുള്ള ശക്തി ദൈവം നമുക്ക് തരും. നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യം, ശാരീരികമായിട്ട് നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം, നമ്മളെ തന്നെ പിറ്റിയിങ് ourselves, നമ്മളോട് തന്നെ സഹതപിക്കുക. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ കുറച്ച് പേർക്ക് ഈ ലോകത്തില് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. നമുക്ക് ഒരിക്കലും നമ്മളോട് തന്നെ സഹതപിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം, ഈ വയ്യാത്തത് കൊണ്ട് ദൈവം വേറെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഐ ആം ഇൻ ഗോഡ്സ് പ്ലാൻ. ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവം ആ പ്ലാൻ അനുസരിച്ച് നടത്തും. അബ്രഹാം പറഞ്ഞ പോലെ. ഞാൻ ലാസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. ഇന്നലെ ഞങ്ങൾക്ക് വളരെ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായി. ഞാനും ഡോക്ടർ ഐവിയും കൂടെ ഇന്നലെ ഹോസ്പിറ്റലിലോട്ട് പോവായിരുന്നു. ആ പോകുന്ന വഴിക്ക് ഞാൻ ആക്ച്വലി ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഈ വയ്യാത്തത് കൊണ്ട് തന്നെയാ പല കാര്യങ്ങളും ഇച്ചിരി സ്ലോ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ വളരെ ലേറ്റായി. ഞാൻ ലേറ്റ് ആയപ്പം അത് കഴിഞ്ഞ് അവിടുന്ന് ഐവിയുടെ അവിടെ പോയിട്ട് ഐവിയുടെ കൂടെ ഞാൻ പിന്നെ യാത്ര ചെയ്യേണ്ടി. ഞാൻ ഐവിഎം ലേറ്റ് ആക്കി. പക്ഷെ എന്റെ മനസ്സിൽ വന്ന, കർത്താവേ, എനിക്ക് എന്റെ വയ്യാഴിക ദൈവത്തിന്റെ പ്ലാനിലുള്ള കാര്യമല്ലേ. അപ്പൊ ലേറ്റ് ആയതും ദൈവത്തിന്റെ പ്ലാനിലുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഐവിയും അതിനകത്തുണ്ടെങ്കിൽ അതും ദൈവത്തിന്റെ പ്ലാൻ. അതുകൊണ്ട് ഇന്ന് ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാതെ ഇരിക്കത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ആഗ്രഹം, അതായത് ഞങ്ങളുടെ സമയത്തിന് ജോലിക്ക് പോയാലേ ആവശ്യത്തിന് സമയം കിട്ടുള്ളൂ. ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും സമയം എടുത്ത് ദൈവത്തെ പറ്റി സംസാരിക്കണമെങ്കിൽ നേരത്തെ പോയാലും ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. എപ്പോഴും ഞങ്ങളുടെ മുമ്പിലുള്ള, അപ്പൊ ഞാൻ ഐവിയോട് ചിരിച്ചോണ്ട് പറഞ്ഞു, ഐവി, ഇന്ന് ആരോടൊക്കെ സാധാരണ ആൾക്കാരോട് നമുക്ക് എസ്പെഷ്യലി ഐവിക്ക് കർത്താവിനെ പറ്റി പറയാൻ പറ്റും എന്ന് പറഞ്ഞ് ഞങ്ങള് ഒരുമിച്ച് ചിരിച്ചോണ്ട് തന്നെ ശരിയാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു.
ആക്ച്വലി അത് ഓർക്കുമായിരുന്നു. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഒപ്പിയിൽ ഇരുന്നപ്പോഴേ വളരെ നീഡ്സ് ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അതായത് വളരെ തീരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച ഒരു മകൾ ഞാൻ ഇപ്പോഴും ഓർക്കുക. ഹൊറോസ്കോപ്പ് ശരിയല്ലാത്തത് കൊണ്ട്, അതായത് ചെറുപ്പത്തിലെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചു. പക്ഷെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഡിവോഴ്സ്ഡ് ആയി. എൻ്റെ മക്കളുടെ പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്കവിടെ നിന്ന് കരയാൻ തോന്നി. ആ മകളോട് കർത്താവിനെ പറ്റി പറഞ്ഞ് അവൾ കർത്താവിനെ സന്തോഷത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഐവിക്ക് കൂടുതൽ കർത്താവിനെ പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്ക് പല ആൾക്കാരോടും അതുപോലെ ഐവിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചോണ്ട് പറഞ്ഞു, ഇയ്യോബ് സഹോദരന്മാർക്ക് വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ സ്ഥിതി മാറ്റിയെന്ന്. അപ്പൊ ഞാൻ ഐവി കൂടുതൽ കർത്താവിനെ പറ്റി ഷെയർ ചെയ്യാൻ പറ്റണേ കുറച്ച് സമയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും അതുപോലെ തന്നെ കൂടുതൽ രണ്ടുപേർക്കും കർത്താവിനെ പറ്റി ഷെയർ ചെയ്യാൻ പറ്റി. ഞാൻ ആ വാക്യത്തിന്റെ ഒരു പുതിയ വശം ഞാൻ കണ്ടു. അതായത് നമ്മൾ പലപ്പോഴും ഇയ്യോബ് പ്രാർത്ഥിച്ചത് അവരുടെ സ്ഥിതിയെ പറ്റിയ. ഇയ്യോബ് ചിലപ്പം അവരുടെ ആത്മീയ സ്ഥിതിയെ പറ്റി ഇപ്പൊ ഞാൻ ചിന്തിക്കുക, ആത്മീയ സ്ഥിതിയെ പറ്റി തന്നെ ആയിരിക്കും പ്രാർത്ഥിച്ചത്. കാരണം ആ ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് വാസ്തവമായിട്ട് ഇയ്യോബിനെ പോലെ കർത്താവിനെ പറ്റി അറിഞ്ഞില്ലല്ലോ. അവർക്ക് ഒരു ഭൗമിക ആവശ്യം ഇല്ലായിരുന്നു. ഇയ്യോബ് അതിനുവേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്. ദൈവമേ അവർക്കും എന്നെ പോലുള്ള ആഗ്രഹം കൊടുക്കണം. അത് പ്രാർത്ഥിച്ചപ്പം ഇയ്യോബിന്റെ സ്ഥിതി മാറ്റി എന്ന് പറയുന്ന ദൈവം. എന്താണ് ഞാൻ പറയാൻ വന്നത്? നമുക്ക് ആ 1-2 വായിച്ച വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ, ഞാൻ പല അനുഭവങ്ങളാണ് പറഞ്ഞത്. പക്ഷെ എല്ലാത്തിലും ഒരു കാര്യം ഓർക്കാൻ, ഗോഡ് ഹാസ് എ പ്ലാൻ. എവറി ഡിലേ ഞാൻ എപ്പോഴും ഓർക്കും. ഒരു ട്രാഫിക് വന്ന് ഞാൻ എത്തുമ്പോഴത്തേക്ക് റെഡ് ആയാൽ എന്റെ ഹൃദയം ഉടനെ സന്തോഷം. ഗോഡ് ഹാസ് എ പ്ലാൻ. ഞാൻ പോകുന്ന വഴിക്ക് എന്നെ ഒരാൾ ഓവർടേക്ക് ചെയ്ത് എന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും, ഞാൻ സ്ലോ ഡൗൺ ചെയ്യാൻ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. എല്ലാ കാര്യത്തിനും ഗോഡ് ഉൽപ്പത്തി 22:8 ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. നമുക്ക് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്നവരെ എൻകറേജ് ചെയ്ത് ഒരുമിച്ച് നടക്കാനായിട്ട്, ഒരുമിച്ച് സാവധാനത്തോടെ പാനിക് ചെയ്യാതെ നടക്കാനും നടത്തിക്കാനും പറ്റുമോ? 14-ാം വാക്യം, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഇൻ ദ മൗണ്ടൻ ഓഫ് ദ ലോർഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡ്. നമ്മുടെ എല്ലാ നീഡ്സും ആ മൗണ്ടനിലായിരിക്കും ദൈവം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും ഉന്നതമായിട്ടുള്ള രീതിയിൽ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പിന്മാറുന്നുവെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഒരിക്കലും വിശ്വാസത്തിൽ പിന്മാറാതെ കർത്താവിന്റെ ആ ഒരു ബലത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവെ, ബീനാൻഡിയെ അത്ഭുതകരമായ കർത്താവെ അങ്ങയുടെ കരങ്ങളാൽ നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ആ സാക്ഷ്യം കേൾക്കുവാൻ അങ്ങ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവെ, എവറി ഡിലേ that could frustrate us, Lord, help it to be a channel of faith, Father God. Help it to increase our faith, കർത്താവെ. പിതാവായ ദൈവമേ, അങ്ങ് അനുവദിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലല്ലോ കർത്താവെ. അങ്ങയുടെ കയ്യിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. യു ഹാവ് കിങ്ഡം പേർപ്പസസ് ഫോർ അസ്, ലോർഡ്. കർത്താവെ, ആ കിങ്ഡം പേർപ്പസസിന് വേണ്ടി ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൻ്റെ വലിയ കൈ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഞങ്ങൾ ഓർക്കുവാനപ്പാ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭംഗിയായി കർത്താവെ അങ്ങയുടെ വചനം പറയുവാൻ ബീനാൻഡിക്ക് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവെ, ഇനിയും കർത്താവെ അനേകരെ കർത്താവെ ഇമ്പാക്റ്റ് ചെയ്യത്തക്കവണ്ണം അങ്ങയുടെ മകളെ അങ്ങ് ഉപയോഗിക്കുമെന്നുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank you, Lord, that you have a beautiful plan for Dr. Beena's life, Lord, and for all her extended family who is doing a great work for you, Lord. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു. Help us to be channels of blessing in this world, Father, for your kingdom and for your glory and for your name's sake, Lord. We thank you for hearing our prayer. In Jesus' mighty name we pray. Amen. Praise the Lord. Praise